ഗൗരി പരിണയം. രചന ശ്രീലക്ഷ്മി പൊന്നു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. ഇല്ല വിഷ്ണു, അവിടെ ആഗ്രഹം നടക്കട്ടെ, ഞാൻ കാത്തിരിക്കാം. വീരഭദ്രന്റെ വേദന കണ്ട് വിഷ്ണുവിന് സഹതാപം തോന്നി. എല്ലാം തുറന്നു പറയാൻ അവൻ ആഗ്രഹിച്ചെങ്കിലും ഗൗരി ഓർത്ത് മിണ്ടാതിരുന്നു. വീരഭദ്രൻ കിടക്കാനായി മുറിയിലേക്ക് വന്നു. ഗൗരി കട്ടിലിന്റെ ഒരു സൈഡിലായി കിടക്കുന്നുണ്ട്. അവൻ ചുണ്ടിലൂറിയ പുഞ്ചിരിയോടെ അവൾക്കരിയിലേക്ക് കിടന്നു. അവന്റെ സാമീപ്യം ആഗ്രഹിച്ച പോലെ ഗൗരിയിലേക്ക് ആ പുഞ്ചിരി പടർന്നു. ഗൗരി ഉറക്കത്തിലേക്കെന്ന പോലെ അവന്റെ കൈയിലേക്ക് കയറി കിടന്നു. വലത് കാലെടുത്ത് അവന്റെ ദേഹത്തേക്ക് വെച്ച് ഒരു കൈ അവന്റെ വയറിലൂടെ ചുറ്റി അവന്റെ വശത്തേക്ക് ചെരിഞ്ഞു കിടന്നു. വീരഭദ്രൻ ചിരിയോടെ ഒരു കൈ കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. തമ്മിൽ കാണാതെ പിടഞ്ഞിരുന്ന ദിവസങ്ങളെക്കുറിച്ച് ഓർത്തപ്പോൾ രണ്ടുപേരുടെയും കണ്ണു നിറഞ്ഞു. ഫോൺ ബെല്ലടിച്ച ശബ്ദം കേട്ട് വീരഭദ്രൻ ഗൗരിയുടെ കൈയും കാലും മാറ്റി എഴുന്നേറ്റു. ഫോണിൽ വിബിയാണെന്ന് കണ്ടപ്പോൾ അവനൊരു കുസൃതി തോന്നി. ഹലോ ശ്രീ, എത്ര നാളായിട്ട് കണ്ടിട്ട്? അന്ന് പോയതിനു ശേഷം എത്ര ദിവസം ഞാൻ ഓർത്തുന്നറിയോ? എന്നാലും ഇപ്പോഴെങ്കിലും വിളിച്ചില്ലതാണ്. ഗൗരി പതിയെ ഒരു കണ്ണു തുറന്ന് അവൻ സംസാരിക്കുന്ന നോക്കി. മഹാദേവ, ഇതാ മൂദേവി ടീച്ചറല്ലേ? ഇവളെന്തിനാ പാതിരാത്രി എന്റെ ഭർത്താവിനെ വിളിക്കുന്നു? ഇങ്ങനെ അവിഹിതവും തുടങ്ങിയോ? ഇയാളെ ഈ നിലയിൽ വിട്ടിട്ട് ഞാനിങ്ങനെ വീട്ടിൽ പോയി നിൽക്കും. വിടരുത് ഗൗരി, വിടരുത്. ഇയാളെയും കൂടി അവിടെ പിടിച്ചു നിർത്തണം. അവൾ ബെഡ്ഷീറ്റിൽ തെരി പിടിച്ചുകൊണ്ട് അസ്വസ്ഥതയോടെ അവനെ നോക്കി. വീരഭദ്രൻ അവിടെ മുഖത്തെ കുശുമ്പ് ആസ്വദിച്ചുകൊണ്ട് ഫോണിൽ ശ്രദ്ധിച്ചു. കണ്ണ, ഇത് ഞാനാണ് വിബി. ആണോ? എന്നെ കാണാൻ വരുമോ? ഞാൻ കാത്തിരിക്കും. അല്ലെങ്കിൽ നാളെ എൻ്റെ ഭാര്യനെ കളഞ്ഞിട്ട് പോവാ. ശ്രീ വിളിച്ച നല്ല സമയത്താ. എടാ ഗൗരി, നിന്റെ തലയിലാണ് അടിച്ച് നീ പിച്ചുമ്പേയും പറയുന്നത്. എല്ലാം എൻ്റെ തെറ്റാ. നീയും ഗൗരിയും പിണക്കാണെന്നിട്ട് ഞാൻ നിന്നെ ഉപയോഗിച്ച് വരാൻ പാടില്ലായിരുന്നു. ഛേ, ഞാൻ കാണിച്ചു വളരെ മോശമായി പോയി, വളരെ മോശം. വിബി സാധപിച്ചു. ആണോ? വീട് ഉപയോഗിച്ച് എൻ്റെ കൂടെ വരുമെന്നോ? നാളെ ഇവള് പോയാലുണ്ടേ നമുക്ക് കല്യാണം കഴിക്കണം. വീരഭദ്രൻ ഒളി കാണാൻ ഗൗരിയെ നോക്കി. കട്ടിൽ എഴുന്നേറ്റിരുന്ന് അസ്വസ്ഥതയോടെ തലയൊറിയുന്നുണ്ട്. കണ്ണ, നീ എന്താണ് പറയുന്നേ? നമ്മൾ തമ്മിൽ കെട്ടാനോ? ഞാൻ വൈദ്യുവിനെ കിട്ടിയിട്ടാ. നിനക്ക് ഓർമ്മയില്ലേ? നിനക്ക് അമ്ലീഷ വന്നോ? നിന്നെ കാണാൻ കൊതിയോടെ കാത്തിരിക്കും ഞാൻ. വേഗം വരില്ലേ നീ? അവന്റെ ആ ശൃംഗാരഭാവം കണ്ട് ഗൗരി വാ പൊളിച്ചു. അവൾ ദേഷ്യത്തിൽ അവൻ നോക്കി പല്ലെറിഞ്ഞു. അയ്യോ ഈശ്വര, നാട്ടുകാർ കേട്ടെന്ന് വിചാരിക്കും. കണ്ണാ, നീ ഇപ്പൊ പോയി കിടന്നുറങ്ങ്. രാവിലെ ആവുമ്പോ എല്ലാം ശരിയാവും. ജയിലിൽ കിടന്നിന്റെയാ നിനക്ക്. എന്തുകൂടെ ഉറങ്ങണമെന്ന് എനിക്ക് വയ്യ. നിന്റെ ഒരു കാര്യം. ഗൗരി അത് കേട്ടതും ദേഷ്യത്തിൽ ചാടി എണീറ്റു. അതിനപ്പുറം അവൾക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. എന്തോ? കണ്ണ എന്നെ അതാ വൈദ്യു വിളിക്കുന്നു, ഞാൻ വെക്കുവാണേ. വിബി വെപ്രാളത്തിൽ ഫോൺ കട്ട് ചെയ്തു. എന്റെ ചക്കരക്ക് ഉമ്മ വേണോ? അതിനെന്താ, തരാലോ. കെട്ടിപ്പിടിച്ച് ആ ചുണ്ടുകളിൽ ഇങ്ങനെ ചുണ്ട് ചേർത്ത് പിടിച്ച്. വീരഭദ്രൻ ഫോണിൽ ചുണ്ടോട് ചേർത്ത് ഉമ്മയ്ക്കുന്നുണ്ട്. ഗൗരി ദേഷ്യം കൊണ്ട് വിറച്ചു. അവന്റെ അടുത്തേക്ക് പാഞ്ഞു വന്നു. അവന്റെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വായി നിലത്തെറിഞ്ഞ് പൊട്ടിച്ചു. പിന്നെയും കരുതീരാതെ അവനെ രൂക്ഷമായി നോക്കി. അവന്റെ ബനിയൻ പിടിച്ച് അടുത്തേക്ക് വലിച്ചു. ഈ ചെകുത്താൻ എന്റെ മാത്രം. ഈ ശരീരത്തിന് മനസ്സിന് അവകാശം ഞാൻ മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഈ ഗൗരി മരിക്കും. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന കണ്ട് വീരഭദ്രനൊരു പിടച്ചിൽ തോന്നി. പക്ഷെ അവളുടെ വാക്കുകൾ ഓർത്തപ്പോൾ സന്തോഷം കൊണ്ട് അവന്റെ കണ്ണുകൾ നിറഞ്ഞു. യാന്ത്രികമായി തന്നെ അവൻ അവളെ ചേർത്ത് നിർത്തി മുഖം കൈക്കുമ്പിലെടുത്ത് 1000 ഉമ്മകൾ കൊണ്ട് മൂടി. ഗൗരിയും ഒരേങ്ങലോടെ അവന്റെ ചുംബനത്തിൽ ലയിച്ചിരുന്നു. നീയില്ലാതെ ഈ ദേവനുണ്ടോടി? നിന്നെ കാണാതിരുന്ന കുറച്ച് ദിവസങ്ങൾ ഞാൻ എത്രമാത്രം വേദനിച്ചു എന്ന് നിനക്കറിയോ? ഗൗരി അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി ഏങ്ങലോടെ നിന്നു. ദേവി, നീ പേടിക്കണ്ട മോളെ, എല്ലാം പുറത്തു കൊണ്ടുവരും. ആൽബിക്ക് വേണ്ടി എനിക്കത് ചെയ്യണം. അവനുള്ള പ്രായശ്ചിത്വമായി. അവളെ കട്ടിലേക്ക് ഇരുത്തി വീരഭദ്രൻ അവിടെ മടിയിലായി കിടന്നു. എനിക്ക് നിന്നെ മടിയിൽ കിടന്നുറങ്ങണം. ദിവസങ്ങളായി ഞാനൊന്ന് ഉറങ്ങിയിട്ട്. കണ്ണയുടെ സമാധാനമായിട്ട് ഉറങ്ങിക്കുക. ഗൗരി അവന്റെ നെറ്റിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു. നമുക്ക് നാളെ രാവിലെ പോവാം. ഇനി കേസിന്റെ കാര്യം തീരുമാനമായിട്ട് ഞാൻ തിരികെ വരുന്നുള്ളൂ. അപ്പൊ കോളേജിൽ? അവൻ ഗൗരിയുടെ വയറിലേക്ക് മുഖം ചരിച്ചു. അവളുടെ ബനിയും കുറച്ച് പൊക്കി അവളുടെ മുഖം ചേർത്ത് ഉരച്ചു. കാണിക്കാതെ കണ്ണേട്ടാ, ഇക്ലിയാവുന്നു. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാം. കോളേജിലേക്ക് എന്ത് ചെയ്യും? വീരഭദ്രൻ തല നേരെ വെച്ച് ദീർഘശ്വാസമിട്ടു. അവന്റെ കണ്ണുകളിൽ മെഴിനീർ തിളങ്ങി നിന്നു. കോളേജിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്തു. ഇനി കേസിന്റെ കാര്യം തീരുമാനമായാലും എനിക്ക് പോകാൻ പറ്റും. ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയെടുത്ത ജോലിയാണോ? എല്ലാം പോയി. അവന്റെ വേദന നിറഞ്ഞ മുഖം കണ്ടപ്പോൾ ഗൗരിയുടെ നെഞ്ചി വിടഞ്ഞു. അവന്റെ നെറ്റിയിൽ അലസമായി കിടന്നിരുന്ന മുടി മാടി ഒതുക്കി നെറ്റിയിലേക്ക് ഒരു സ്നേഹചുംബനം അവൾ നൽകി. വീരഭദ്രൻ ആഗ്രഹിച്ച പോലെ കണ്ണുകൾ അടച്ച അവളുടെ ചുണ്ടിലെ തണുപ്പ് തന്നിലേക്ക് ആവാഹിച്ചു. എന്റെ ചെക്കൻ സുഖമായിട്ട് കിടന്നുറങ്ങിക്കാം. എന്നും കൂട്ടായി ഈ ദേവന് ഈ ദേവിയുണ്ടാകും. ഗൗരിയുടെ തലോടിലേറ്റ് പതിയെ അവന്റെ കണ്ണുകൾ അടഞ്ഞു.
അവൻ ഉറങ്ങിയെന്ന് മനസ്സിലായപ്പോൾ അവൾ പതിയെ അവന്റെ തലപൊക്കി തലയിനെടുത്ത് അതിലേക്ക് വെച്ചു. പിന്നെ അവന്റെ നെഞ്ചിലേക്ക് ഇടുന്ന അവളും മയങ്ങി. രാവിലെ തന്നെ അവർ നാട്ടിലേക്ക് യാത്ര തിരിച്ചു. മഹേന്ദ്രന്റെ വീട്ടിലെത്തിയപ്പോൾ തന്നെ അവർ തീരുമാനിച്ച പോലെ ഗൗരി ബാഗുമെടുത്ത് സ്വന്തം വീട്ടിലേക്ക് പോയി. തിരിച്ചു വരുന്ന ഗൗരിയെ കണ്ടതും പ്രവീണിന്റെയും സുമിത്രയുടെയും മുഖം ഇടന്നു. മമ്മിയെ കണ്ടതും ഗൗരി ഓടിച്ചെന്ന് അവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എനിക്ക് അയാൾ വേണ്ട മമ്മി, ദുഷ്ടന അയാള്. ഇന്നലെ എന്നെ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ഒരുപാട് അടിച്ചു. വിഷ്ണു വന്നിട്ട് എന്നെ രക്ഷപ്പെടുത്തിയത്. ആ മഹേന്ദ്രനെങ്കിൽ അയാളുടെ സൈഡാ മമ്മി. മകളുടെ സങ്കടങ്ങൾക്ക് മുമ്പിൽ ആ മാതൃഹൃദയം അലിഞ്ഞു. പ്രവീൺ അവളെ മനസ്സിലാവാൻ നോക്കിയിരുന്നു. സാരല്ല മോളെ, ഇനി എന്റെ മോളെ മമ്മിയെ അങ്ങോട്ട് വിടില്ല. എത്രയും പെട്ടെന്ന് ഈ ബന്ധം നമുക്ക് അവസാനിപ്പിക്കാം. എന്റെ മോള് വിഷമിക്കണ്ട. ഗൗരിയെ ചേർത്ത് പിടിച്ച് അവളുടെ തലയിൽ തഴുകിക്കൊണ്ട് സുമിത്ര പറഞ്ഞു. മമ്മി, വാവെ മുറിയിലേക്ക് കൊണ്ടുപോകും. അവളൊന്ന് വിശ്രമിക്കട്ടെ. അവൾ കഴിക്കാനെന്തിനും കൊടുക്കുക. പ്രവീൺ സാധാപത്തോടെ പറയുന്നേട്ട് ഉയർന്നു വന്ന അമർഷം മറച്ചു വെച്ച് അവൾ വീതുമ്പലോടെ മമ്മിയുടെ കൂടെ അകത്തേക്ക് പോയി. ഗൗരി മുറിയിലേക്ക് കയറിയതും കട്ടിലേക്ക് അമിഴി നേടുന്ന കരയാൻ തുടങ്ങി. സുമിത്ര ആവലാതിയോടെ അവളുടെ അടുത്തിരുന്ന് അവളെ തലോടി. വിഷ്ണുവിന്റെ മുറിയിലെ ബാൽക്കണിയിൽ നിന്ന് വീരഭദ്രൻ അപ്പുറത്തേക്ക് ഒളിഞ്ഞു നോക്കുന്ന കണ്ടുകൊണ്ടാണ് വിഷ്ണു മുറിയിലേക്ക് കയറി വന്നു. ഗൗരിയെ നോക്കുന്നതാണ് കണ്ണേട്ടാ. വിഷ്ണുവിന്റെ ശബ്ദം കേട്ടതും വീരഭദ്രൻ വെപ്രാളത്തിൽ നോട്ടം മാറ്റി സമ്മലോട് അവനെ നോക്കി വിളറിയ ചിരിയിച്ചു. അവള് പുറത്തേക്ക് വരെ ഒരു സൂത്രമുണ്ട്, കാണിച്ചുതരാം. വിഷ്ണുവിടെ ഒരു കോർണറിലായി തൂക്കിയിരുന്ന മണി ചെറുതായി അടിച്ചു നോക്കി. മണിയുടെ ഒരു നേരിയ ശബ്ദം മാത്രം മുഴങ്ങി കേട്ടു. വീരഭദ്രൻ ആകാംക്ഷയോടെ അപ്പുറത്തെ ബാൽക്കണിയിലേക്ക് നോക്കി. ഗൗരിയെ കാണാതെ അവന്റെ മുഖം മങ്ങുന്ന കണ്ട് വിഷ്ണുവിന് സങ്കടമായി. നിരാശയോടെ വീരഭദ്രൻ പോവാനായി തിരിഞ്ഞതും അപ്പുറത്തെ ബാൽക്കണിയിൽ നിന്നും അതേ മണിയൊച്ച മുഴങ്ങി കേട്ടു. അവൻ അത്ഭുതത്തോടെ തിരിഞ്ഞു നോക്കി. അപ്പുറത്ത് പുഞ്ചിരിയോടെ നിൽക്കുന്ന ഗൗരിയെ കണ്ടപ്പോൾ വീരഭദ്രന്റെ കണ്ണുകൾ വിടർന്നു. അവളുടെ അരികിലേക്ക് ഓടിയെത്താൻ അവന്റെ മനസ്സ് കൊതിച്ചു. വിഷ്ണു നോക്കി കാണുകയായിരുന്നു ചെകുത്താന്റെ ഭാവം. മുരടനായ ചെകുത്താൻ ദേവനായി മാറിയത് അവൻ അത്ഭുതത്തോടെ ഓർത്തു. ഗൗരിയോടുള്ള അവന്റെ പ്രണയം നേരിട്ട് കാണുകയായിരുന്നു വിഷ്ണു. ചുറ്റുമുള്ളതൊക്കെ മറന്ന് പരസ്പരം നോക്കി നിൽക്കുന്ന ഗൗരിയെയും വീരഭദ്രയെയും നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വിഷ്ണു അകത്തേക്ക് കയറിപ്പോയി. അവർ കണ്ണുകൾ കൊണ്ട് കഥ പറയുകയായിരുന്നു, മനസ്സുകൊണ്ട് പ്രണയിക്കുകയായിരുന്നു. അവരുടെ ഓരോ നിമിഷങ്ങളിലും പ്രണയവും സ്നേഹവും നിറച്ച് സ്വയം മറന്ന് അങ്ങനെ നിന്നു. വാവേ. മുറിയിൽ നിന്ന് പ്രവീണിന്റെ ശബ്ദം കേട്ടപ്പോഴാണ് ഗൗരി വീരഭദ്രനിൽ നിന്ന് കണ്ണുകൾ മാറ്റിയത്. വീരഭദ്രൻ കണ്ടിരുന്നു ഗൗരിയുടെ മുറിയിൽ പ്രവീൺ നിൽക്കുന്നു. ഗൗരി ധൃതിയിൽ അകത്തേക്ക് കയറി. വീരഭദ്രൻ ബാൽക്കണിയുടെ വാതിലേക്ക് മറഞ്ഞു നിന്നു. വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിച്ചാണ് ഇപ്പോൾ പ്രവീൺ നടക്കുന്നത്. എന്നാലും സ്റ്റെപ്പ് കയറാനിരിക്കാനുമൊക്കെ ഒരാൾ കൂടി പിടിക്കണം. എപ്പോഴും സുമിത്ര നിഴൽ പോലെ അവന്റെ പുറകെ കാണും. ഇപ്പോൾ ഒറ്റക്കാണ് മുറിയിലേക്ക് വന്നു. വാവേ, ഞാൻ അഡ്വക്കേറ്റിനെ വിളിച്ചിരുന്നു. മോള് പോയി ഒപ്പിട്ട് കൊടുക്കണം. ഗൗരി മനസ്സിലാവാതെ ചോദ്യഭാവത്തിൽ അവനെ നോക്കി. മോളല്ലേ പറഞ്ഞ് വീരഭദ്രന്റെ കൂടെ ജീവിക്കാൻ ഇഷ്ടമല്ലെന്ന്. അതുകൊണ്ട് ഡിവോഴ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഗൗരിയുടെ നോട്ടം കണ്ട് പ്രവീൺ ഒന്നുകൂടി വ്യക്തമായി കൊടുത്തു. എനിക്ക് സമ്മതം. എവിടെയാണേലും ഒപ്പിട്ടുതരാം. ആ മനുഷ്യരിൽ നിന്ന് എനിക്കൊരു മോചനം കിട്ടിയാൽ മതി. ഗൗരി നേരിയ വിധങ്ങളോടെ പറയുന്ന കേട്ട് പ്രവീൺ ആകുലതയോടെ അവളെ നോക്കി. ഏട്ടനോട് ക്ഷമിക്കുമോളെ. ഏട്ടൻ കാരണം ഇങ്ങനെയൊക്കെ ഉണ്ടായത്. സ്വന്തം ചോരയിൽ പറഞ്ഞ സഹോദരിയെ മറ്റൊരു കണ്ണിലൂടെ കണ്ട തെറ്റ് തന്നെയാണ്. ഞാൻ കാരണം ഡാഡിയും എൻ്റെ വൈദ്യു നഷ്ടങ്ങൾ മാത്രമേ എനിക്കുണ്ടായത്. അവനും നിർത്തിയിട്ട് നിറഞ്ഞ കണ്ണുകൾ തുടച്ച് ഭിത്തിയിലേക്ക് ചാരി നിന്നു. ഗൗരിയും അവൻ്റെ വാക്കുകൾ വിശ്വസിക്കാൻ പറ്റാതെ നിന്നു. മോളെ, ഏട്ടൻ നിന്നെ എൻ്റെ പഴയ അനിത്യക്കുട്ടിയായിട്ട് വേണം. ഇനി ഒരിക്കലും ഏട്ടൻ ചീത്ത കണ്ണുകൾ കൊണ്ട് നിന്നെ നോക്കില്ല. മോളുടെ പേരിലാണ് എല്ലാം. എനിക്കൊന്നും വേണ്ട. സിദ്ധാർത്ഥിന്റെ ബിസിനസ് ഷെയറെല്ലാം ഏട്ടൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ പേരിൽ അവൻ നിന്നെ ദ്രോഹിക്കില്ല. ഗൗരി അമ്പരന്ന് അവനെ നോക്കി. അവൻ ആദ്യമായിട്ടാണ് ഇത്ര ശാന്തതയോടെ സംസാരിക്കുന്നതെന്ന് അവൾ ഓർത്തു. എനിക്കറിയാം മോളെ, എന്നെനിക്കെന്നെ വിശ്വാസമായിട്ടില്ലെന്ന്. അതുപോലെയല്ലേ ഞാൻ കാണിച്ചു കൂട്ടിയതൊക്കെ. വീരഭദ്രൻ നിന്നെ സ്നേഹിക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ദ്രോഹിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഏട്ടന് ഒരുപാട് വിഷമായി. ഇനി നീ വിഷമിക്കാൻ പാടില്ല. അതാണ് വക്കീലിനെ കണ്ടെല്ലാം ശരിയാക്കിയത്. അവന്റെ വാക്കുകളിൽ സത്യസന്ധത തോന്നിയെങ്കിലും ഗൗരിയുടെ മനസ്സ് അത് അംഗീകരിക്കാൻ വിസമ്മതിച്ചു. എന്തോ ഒന്ന് അവളെ അതിൽ നിന്നും തടഞ്ഞു. ആൽബി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തിയെന്നെ. നിനക്ക് ഇഷ്ടമായിരുന്നില്ല അവനെ. ഗൗരി അതിന് മറുപടി പറയാതെ തനവനിച്ചിരുന്നു. അവളുടെ മൗനം മനസ്സിലാക്കിയ പോലെ പ്രവീണെന്ന് മൂളി. ഏട്ടൻ പോട്ടെ, മോള് വിശ്രമിക്കുക. ഗൗരി മിണ്ടാൽക്കുന്ന കണ്ട് നെടുവീർപ്പോടെ പ്രവീൺ ഭിത്തിയിൽ ചാരി വെച്ചിരുന്ന വാക്കിംഗ് സ്റ്റിക്ക് കയ്യിലെടുത്ത് ഒന്ന് ഇവർന്നു നിന്നു. പിന്നെ പതിയെ കരുതലോടെ ശ്രദ്ധിച്ചാണെന്ന് പുറത്തേക്ക് പോയി. വീരഭദ്രനും വിഷ്ണുവും കൂടി പുഴക്കരയിൽ പോയി ആൽബി മരിച്ചു കിടന്ന സ്ഥലമൊക്കെ അരിച്ചു പെറുക്കി. പോലീസുകാരെ നേരത്തെ സൂക്ഷ്മമായി അവിടെയൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല. വീരഭദ്രൻ അവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും ആൽബിയുമായി സംസാരിച്ചും ആൽബി മണൽത്തിട്ടയിൽ ഉരുണ്ട് താഴേക്ക് പോയത് ഓർമ്മ വന്നു. അവന്റെ മിഴികൾ നിറഞ്ഞു നിന്നു. കണ്ണേടാ, ദേ ഇത് കണ്ടോ, സിദ്ധാർത്ഥിന്റെ ചെയിന്. മണൽത്തിട്ടയുടെ കുറച്ചകലായി നിന്നുകൊണ്ട് വിഷ്ണു വിളിച്ചു പറയുന്ന കേട്ട് വീരഭദ്ര ഉത്കണ്ഠയോടെ അങ്ങോട്ട് പോയി. അവൻ വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് ചെയിൻ വാങ്ങി തിരിച്ചു മറിച്ചു നോക്കി. ഒരു സിൽവറിലുള്ള നീണ്ട ചെയിൻ, അറ്റത്തായി ഹാർട്ട് ഷേപ്പിലുള്ള ഒരു ലോക്കറ്റും. വീരഭദ്രൻ ലോക്കറ്റ് എന്ന് അമർത്തി നോക്കിയതും അത് രണ്ട് പാർട്ടായി ഓപ്പണായി വന്നു. ഒരു പാർട്ടിൽ ചിരിക്കുന്ന മുഖമുള്ള സിദ്ധാർത്ഥിന്റെ ഫോട്ടോ, അടുത്ത പാർട്ടിൽ സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ ചിരിക്കുന്ന ഫോട്ടോ. വിഷ്ണു അത് കണ്ട് അമ്പരന്ന് വീരഭദ്രന്റെ മുഖത്തേക്ക് നോക്കി. ഒരു കാര്യം ഉറപ്പാണ് വിഷ്ണു, ഞാൻ പോയി കഴിഞ്ഞ് സിദ്ധാർത്ഥ ഇവിടെ വന്നിട്ടുണ്ട്. അവനാവും ആൽബിയെ.
പറഞ്ഞു പൂർത്തിയാക്കും മുമ്പ് വീരഭദ്രന്റെ ഫോണിൽ ഒരു കോൾ വന്നു. മനോട്ടോ എന്തായി? അപ്പുറത്തെ സൈഡിൽ നിന്ന് കേൾക്കുന്നതിനെല്ലാം വീരഭദ്രൻ മൂളി കേട്ടു. ഫോൺ വെച്ച ശേഷം വിഷ്ണുവിന്റെ നേരെ തിരിഞ്ഞു. സിദ്ധാർത്ഥ്, അവനെന്തിനെ ആൽബി കൊല്ലണം? പാർവതിക്ക് വേണ്ടിയാണ് ഈ കൊല്ലേണ്ട എന്നെയല്ലേ? വീരഭദ്രൻ ലോക്കറ്റിലേക്ക് സൂക്ഷിച്ചു നോക്കി. വിഷ്ണുവിനറിയാമോ ഈ പെൺകുട്ടിയെ? സിദ്ധാർത്ഥ് ഇത് കഴുത്തിലണിഞ്ഞ് നടക്കണമെങ്കിൽ അയാൾക്ക് അത്രയും വേണ്ടപ്പെട്ട പെൺകുട്ടിയായിരിക്കും. പിന്നെ പാർവതിയായിട്ട് കല്യാണം ആലോചിച്ച് വീരഭദ്രൻ സംശയത്തോടെ തലകുടഞ്ഞു. എനിക്കറിയില്ല കണ്ടേട്ടാ, ഒരു ബിസിനസ് മീറ്റിങ്ങിന്റെ പാർട്ടിൽ വെച്ചാ സിദ്ധാർത്ഥിനെ ഞങ്ങൾ പരിചയപ്പെടുന്നത്. പിറ്റേതിന് അയാൾക്ക് ഒരുക്കൊണ്ട് വിവാഹാലോചനയായിട്ട് വീട്ടിലെത്തി. പ്രവീണിൽ തൽക്കാലം രക്ഷപ്പെടാൻ ഗൗരിയെ സമ്മതിക്കുകയും ചെയ്തു. വിഷ്ണു അവനറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു. കുറച്ചു നേരം കൂടി അവർ പുഴക്കരയിലും ചുറ്റുപാടുമൊക്കെ പരിശോധിച്ചു. വീട്ടിലേക്ക് പോകുന്ന വഴിയിലും വീരഭദ്രൻ ആകെ അസ്വസ്ഥനായിരുന്നു. സന്ധ്യ വരെ സുമിത്ര ഗൗരിയുടെ അടുത്ത് തന്നെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ പ്രവീണിനെ നോക്കാനായി മുറിയിലേക്ക് പോയി. ഗൗരിയുടെ ആടിയുടെ അടുത്ത് പോയി കുറച്ചു നേരം ഇരുന്നു. പിന്നെ പ്രവീണിന്റെ മുറിയുടെ പരിസരത്തായി ചുറ്റിപ്പറ്റി നിന്നു. പ്രവീണിന്റെ ഫോണിൽ ഒരു തവണ സിദ്ധാർത്ഥ് വിളിച്ചെങ്കിലും അവർ സംസാരിക്കുന്ന ഗൗരിക്ക് വ്യക്തമായി കേൾക്കാൻ കഴിഞ്ഞില്ല. ഗൗരി നിരാശയോടെ മുറിയിലേക്ക് പോയി. ബാൽക്കണിയിൽ പോയി മണിയടിച്ചിട്ട് വീരഭദ്രനെ കാണാഞ്ഞ് ആൾ മുറിയിലേക്ക് തിരികെ കയറി. ദേവി, ദേവി! ബാൽക്കണിയുടെ ഭാഗത്തുനിന്ന് വീരഭദ്രന്റെ ശബ്ദം കേട്ട് ഗൗരി സന്തോഷത്തോടെ അങ്ങോട്ട് ഓടി. എന്നാൽ അപ്പുറത്തെ ബാൽക്കണിയിൽ നിന്ന് അവനെ കണ്ടില്ല. നീ വേണ്ടേ, ഞാൻ ഇവിടെ, ഇങ്ങോട്ട് നോക്കടി! ഗൗരി അമ്പരന്ന് ചുറ്റും നോക്കി. ബാൽക്കണിയുടെ സൈഡിലെ ജനലിൽ പിടിച്ച് ബാൽക്കണിയിലേക്ക് കയറാൻ ശ്രമിക്കുന്ന വീരഭദ്രനെ കണ്ട് അവൾ അന്തം വിട്ട് വായി തുറന്നു നിന്നു. വായ തുറന്നിക്കാതെ വന്ന് പിടിച്ച് കേറ്റടി! മഹാദേവ, നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ച മനുഷ്യ! ഗൗരി പരിഭവം പറഞ്ഞുകൊണ്ട് അവനെ മുകളിലേക്ക് പിടിച്ചേറ്റാൻ വേണ്ടി കയ്യിൽ പിടിച്ച് ആഞ്ഞു വലിച്ചു. പക്ഷേ ബാൽക്കണിയിലേക്ക് പിടികിട്ടാതെ അവൻ വീണ്ടും ജനലിലേക്ക് തെന്നിമാറിപ്പോയി. എന്തൊരു വെയിറ്റാ തനിക്ക്! വെയിറ്റിംഗ് ഒന്ന് കുറച്ചുകൂടെ, അല്ലെങ്കിൽ ഇതൊക്കെ പഠിച്ചിട്ട് വന്നൂടെ? അവന് വലിച്ചിട്ടും കഴിയാതെ കിതച്ചുകൊണ്ട് ഗൗരി ദേഷ്യത്തിൽ അവനെ നോക്കി. ആഹാ, ഈ വെയിറ്റൊക്കെ നീ താങ്ങുന്നല്ലേ പാറൂസേ? ഇപ്പോഴെന്താടി നിനക്ക് പറ്റാത്തേ? മനുഷ്യ ഭാഷത്തിനും പറയാതെ തടി താഴിടും. ഞാൻ കുറെ മാസിനും പെരുപ്പിച്ച് നടക്കും. വൃത്തിയിട്ടവൻ. നീ ചെയ്യൂടി, നിന്റെ സ്വഭാവം അനുസരിച്ച് നീ എന്നെ തള്ളിയിട്ട് കൊല്ലും. വീരഭദ്രൻ എങ്ങനെയൊക്കെയോ ബാൽക്കണിയിലേക്ക് കൈനീട്ടി പിടിച്ച് ഗൗരി അവന്റെ കയ്യിൽ മുറുക്കെ പിടിച്ചിരുന്നു. ബാൽക്കണിയിലേക്ക് കയറാനുള്ള ശ്രമത്തിനിടെ താഴെ കാടിൽ ശബ്ദം കേട്ട് വീരഭദ്രൻ താഴേക്ക് നോക്കി. അവന് നേരെ താഴെയായി പ്രവീണും സുമിത്രയും. മഹാദേവ, മമ്മിയും പ്രവീണും പെട്ടെന്ന് കയറി വാ മനുഷ്യ, അവർ കണ്ട നമ്മുടെ പ്ലാനെല്ലാം പൊളിയും. വീരഭദ്രൻ അവരെ കണ്ടതും ഗൗരിയുടെ കയ്യിലേക്ക് പിടിച്ച് പെട്ടെന്ന് മുകളിലേക്ക് കയറാൻ ശ്രമിച്ചു. മുകളിലെ ശബ്ദം കേട്ട് സുമിത്രയും പ്രവീണും ബാൽക്കണിയിലേക്ക് നോക്കുന്നതിന് മുമ്പേ വീരഭദ്രൻ ബാൽക്കണിയിൽ കയറിയിരുന്നു. മമ്മി, വാവയുടെ മുറിയിൽ നിന്നുള്ള ശബ്ദം കേൾക്കുന്നത്, ഒന്ന് പോയി നോക്കൂ. ശരിയാ, എനിക്കും തോന്നി. മോനിയുടെ ബെഞ്ചിലിരുന്നു, മമ്മി വരുന്നവരെ നടക്കണ്ട. വാത്സല്യത്തോടെ പ്രവീണിനോട് പറഞ്ഞുകൊണ്ട് സുമിത്ര മുകളിലേക്ക് കയറിപ്പോയി. കിതപ്പോടെ വീരഭദ്രൻ ബാൽക്കണിയിൽ കിടന്നു. ഗൗരിയും കിതപ്പോടെ അവന്റെ അരികിലായിരുന്നു. എന്തിനാ കണ്ടിട്ട് മതിരിയാടിയ വല്ലതും പറ്റിയിരുന്നെങ്കിലോ? വീരഭദ്രന് നെറ്റിൽ പൊടിഞ്ഞിരുന്ന വിയർപ്പ് അവളിട്ടിരിക്കുന്ന ബനിയൻ ചെറുതായി പൊക്കി തുടച്ചുകൊണ്ട് ഗൗരി ശാസിച്ചു. ബനിയൻ പൊക്കിയപ്പോൾ അവളുടെ വയറ് അനാവൃതമായി. അവന്റെ കൈകൾ അവളുടെ വയറിലേക്ക് നീണ്ടതും അവൾ ശാസനയോടെ അവന്റെ കൈയിലേക്ക് ചെറുതായി അടിച്ചു. വീരഭദ്രൻ കള്ളച്ചിരിയോടെ അവളുടെ ഇടുപ്പിലായി പീച്ച്. കാമദേവൻ! അവൾ കുറുമ്പോടെ അവനെ നോക്കി ചിരി കൂട്ടി. എന്റെ വഷളത്തിലെന്നാണെന്ന് കാണിച്ചിരട്ടെ, കുറെ നാളായല്ലോ. അവന്റെ കുസൃതി ചിരിയും പ്രണയം നിറഞ്ഞ കണ്ണുകൾ അവളുടെ മുഖത്തെ ചുവപ്പിച്ചു. ഒന്ന് പോകണേട്ടാ, കൊഞ്ചാമരാതെ. വാക്കുകളിൽ കപട പരിഭവമാണെങ്കിലും മുഖം നാണത്താൽ കുനിഞ്ഞിരുന്നു. വീരഭദ്രൻ കള്ളച്ചിരിയോടെ അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്ത് അവളുടെ ചുണ്ടുകളിലേക്ക് മുഖം താഴ്ത്തി. വാവേ, മോളെ, വാതിലുറക്ക്. സുമിത്ര വാതിൽ മുട്ടുന്ന കേട്ട് രണ്ടുപേരും പരിഭ്രമത്തോടെ പരസ്പരം നോക്കി. മഹാദേവ, ശബ്ദം കേട്ട് വന്നതാവും. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഞാൻ ബാത്റൂമിൽ കയറി നിൽക്കാം, നീ എന്തെങ്കിലും ചെയ്ത് പറഞ്ഞുവിട പെട്ടെന്ന്. ഗൗരി അത് സമ്മതിച്ച പോലെ തലയാട്ടിക്കൊണ്ട് ഡോർ തുറക്കാനായി പോയി. വാതിൽ തുറന്ന ഗൗരിയുടെ മുഖത്തെ പരിഭ്രമം കണ്ട് സുമിത്ര സംശയത്തോടെ മുറിക്കകത്തേക്ക് കണ്ണോടിച്ചു. എന്താ മമ്മി, എന്തിനാ വിളിച്ചേ? സുമിത്ര നോക്കുന്ന കണ്ട് ഗൗരി അവരുടെ ശ്രദ്ധ മാറ്റാനായി ചോദിച്ചു. ഒന്നുമില്ല, ഇവിടെ എന്തോ ശബ്ദം കേട്ടു. മോൾ ഓക്കെ അല്ലേ? അത് മമ്മി, വലിയൊരു പെരിച്ചാഴി ജനലിൽ നിന്ന് ബാൽക്കണിലേക്ക് കയറി വന്നു. അതിന്റെ ഒച്ചയായിരിക്കും മമ്മി കേട്ടത്. വീരഭദ്രനായി കേട്ട് ബാത്റൂമിൽ ദേഷ്യത്തിൽ പല്ലെറിഞ്ഞു. ഞാൻ പെരിച്ചാഴിയാണല്ലേടി, പുറത്തേക്ക് വരട്ടെട്ടോ, ഞാൻ കാണിച്ചരാടി. സുമിത്ര പരിഭ്രമത്തിൽ അകത്തേക്ക് കയറി. എന്നിട്ട് അത് ഇങ്ങോട്ട് പോയി? മുറിയിലാ കണ്ണോടിച്ചുകൊണ്ട് സുമിത്ര ചോദിച്ചു. അത് ബാത്റൂമിലേക്ക്. പെട്ടെന്ന് ഗൗരി അബദ്ധം പറ്റിയ പോലെ സ്വന്തം തലയിലൊന്ന് കൊട്ടി. വീരഭദ്രൻ അവൾ പറഞ്ഞിട്ട് തലയിൽ കൈവച്ചു. മോള് പേടിക്കണ്ട, മമ്മി നോക്കട്ടെ. ബാത്റൂമിലേക്ക് നടക്കാൻ പോയ സുമിത്ര മുമ്പിൽ പെട്ടെന്ന് ഗൗരി കയറി നിന്നു. സുമിത്ര ചോദ്യഭാഗത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി. അത് മമ്മി, ബാത്റൂമിലല്ല, ബാത്റൂമിന്റെ പുറകിലത്തെ പൈപ്പിന്റെ കൂടെ താഴേക്ക് പോയെന്ന് ഞാൻ പറഞ്ഞു. സുമിത്ര അവിടെ വെപ്രാളം കണ്ട് സംശയത്തോടെ എല്ലായിടത്തും നോക്കി. ആ, എന്നാ മോൾ കിടന്നുറങ്ങിക്കും. ഒറ്റ കിടക്കാൻ പേടിയില്ലല്ലോ അല്ലേ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. മമ്മി ഡാഡിയുടെ റൂമിൽ കാണും. ശരി മമ്മി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗൗരിയുടെ നെറ്റിയിൽ വാത്സല്യത്തോടെ തഴുകിക്കൊണ്ട് സുമിത്ര താഴേക്ക് പോയി.
ഗൗരി ആശ്വസിച്ചുകൊണ്ട് നെഞ്ചിൽ കൈവച്ചു. പെട്ടെന്ന് വാതിലടച്ച് കുറ്റിയിട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ തന്നെ കണ്ടു കൈ രണ്ടും മാറിൽ പിണച്ചു കെട്ടി കള്ളച്ചിരിയോടെ അവളെ നോക്കി നിൽക്കുന്ന അവളുടെ ദേവനെ. അവളുടെ തീക്ഷ്ണമായ പ്രണയഭാവത്തിൽ അവളുടെ കവിളുകൾ ചുവന്നു. വീരഭദ്രൻ ഗൗരിയെ പിടിച്ച് കട്ടിലിരുത്തിയിട്ട് അവളുടെ മടിയിലായി കിടന്നു. ഗൗരി ചിരിയോടെ അവന്റെ മുടികൾ കൂടി വിരലോടിച്ചു. ദേവി, ഞാനൊന്ന് കരഞ്ഞോട്ടെ. ഗൗരി ഞെട്ടലോടെ അവന്റെ മുഖം തെല്ലൊന്നുയർത്തി. അവന് നിറഞ്ഞിരിക്കുന്ന കണ്ണുകൾ അവളെ വേദനിപ്പിച്ചു. എന്താ കണ്ണേട്ടാ, ആൽബിയുടെ കാര്യോർത്താണോ? വിധിയെ തടുക്കാൻ നമുക്ക് കഴിയില്ലല്ലോ ഏട്ടാ. അവന് നെറ്റിയിൽ വാത്സല്യത്തോടെ ചുംബിച്ചുകൊണ്ട് അവന് നെഞ്ചിലേക്ക് അവൾ ചേർത്ത് പിടിച്ചു. ഒഴുകിയിറങ്ങിയ കണ്ണുനീർ അവൾ തുടച്ചു മാറ്റി. ആൽബി അവനൊരു പാവായിരുന്നു. പപ്പയുടെ ദേഷ്യം കാരണം ഒരുപാട് ആഗ്രഹങ്ങൾ അവൻ ഉപേക്ഷിച്ചിട്ടുണ്ട്. അധ്യാപകനാകണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടും പപ്പ സമ്മതിച്ചില്ല. അവനെ ബിസിനസ്സുകാരനാക്കി. ഒരു പെണ്ണിനെ സ്നേഹിച്ചിട്ടും അതവൻ നഷ്ടപ്പെട്ടു. അവനെ ഞാൻ ചതിച്ചല്ലേ ദേവി, എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി. വീരഭദ്രൻ അവളിലേക്ക് മുഖമമർത്തി പൊട്ടിക്കരഞ്ഞു. തൻ്റെ ദേവന്റെ കണ്ണുനീർ അവളെ ചുട്ടുപൊളിച്ചുകൊണ്ടിരുന്നു. വിഷമം തീരുന്നവരെ കരഞ്ഞോളൂ. ഒരിക്കലും കണ്ണേട്ടെന്നെ ചതിച്ച് നേടിയതല്ല. നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നതുകൊണ്ടല്ലേ ഒന്നായത്. ആൽബിയോട് ഒരിക്കലും എനിക്ക് പ്രണയം തോന്നിയിട്ടില്ല. കണ്ണേട്ടനെ കണ്ടിട്ടില്ലായിരുന്നെങ്കിലും ആൽബിയെ ഞാൻ വിവാഹം കഴിക്കില്ലായിരുന്നു. സ്നേഹിക്കുന്നവരിലെ കണ്ണേട്ട ഒന്നാവേണ്ടത്. ഗൗരിയുടെ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിലും അവൻ്റെ മനസ്സ് നീറുകയായിരുന്നു. അവനെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്നറിയാതെ ഗൗരി വിഷമിച്ചു. അവൻ്റെ മനസ്സ് അത്രയും വേദനിക്കുന്നുണ്ടെന്ന് ഓർത്തപ്പോൾ അവളുടെ ഹൃദയം വിങ്ങി. കാത്തിരിക്കുക. ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.